പലരും കരുതുന്നത് ചില നെഗറ്റീവായ ആളുകളും സാഹചര്യങ്ങളും ചേർന്നാണ് അവർക്ക് ടെൻഷൻ കൊടുക്കുന്നത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഈ നെഗറ്റീവായ സാഹചര്യങ്ങളെയും ആളുകളെയും കുറിച്ചുള്ള അവരുടെ ചിന്തകളാണ് സത്യത്തിൽ അവർക്ക് ടെൻഷൻ കൊടുക്കുന്നത്. ഒരു ഉദാഹരണത്തിന്, രണ്ടാളുകൾ ഡ്രൈവ് ചെയ്തു പോവുകയാണ്, രണ്ട് വ്യത്യസ്തമായ വാഹനങ്ങളിൽ. അവർ ഒരുമിച്ച് ഒരു ബ്ലോക്കിൽപ്പെട്ടു. ഒരു വാഹനവും മൂവ് ചെയ്യാത്തൊരു സാഹചര്യം. അപ്പോൾ അതിൽ ഒരാൾ അസ്വസ്ഥമാകാൻ തുടങ്ങി. അയാൾ ഹോൺ മുഴക്കിയും സ്റ്റീറിങ്ങിലടിച്ചും പിറുപിറുത്തുമൊക്കെയാണ് അയാളുടെ നിയന്ത്രണത്തിലല്ലാത്ത ആ ഒരു സാഹചര്യത്തെ നേരിട്ടത്. അത് സ്വാഭാവികമായിട്ടും അയാളുടെ സ്ട്രെസ് ലെവലും ടെൻഷനുമൊക്കെ കൂട്ടുകയും ചെയ്തു. എന്നാൽ രണ്ടാമത്തെ ആൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്: എന്ത് സംഭവിച്ചാലും അതിന് പിന്നിലൊരു കാരണമുണ്ട്. ഞാനിവിടെ ബ്ലോക്കിൽപ്പെട്ട് ഡിലേ ആകുന്നെങ്കിൽ ഈ യൂണിവേഴ്സിന് അതിലെന്തോ ഒരു നല്ല ഉദ്ദേശ്യമുണ്ട്. അത് ഞാൻ മാനിക്കുന്നു. ഈ ഫ്രീ ടൈം ഞാൻ മുമ്പ് വിളിക്കണമെന്ന് കരുതിയിരുന്ന ഒന്ന് രണ്ട് സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവരെ ഫോൺ ചെയ്യാൻ വേണ്ടി തുടങ്ങി. നോക്കുക, സമാനമായ സാഹചര്യത്തിൽ സമ്മർദ്ദത്തിന് പകരം അയാൾ അവിടെ സന്തോഷവും സമാധാനവും കണ്ടെത്തുന്നു. ഇങ്ങനെയാണ് വേണ്ടത്. മറ്റാളുകളും സാഹചര്യങ്ങളും ഒന്നുമല്ല, അവയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾക്ക് ടെൻഷൻ നൽകുന്നതെന്ന് നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തിയാൽ നിങ്ങൾക്കും ബോധ്യപ്പെടും. അതുപോലെ തന്നെ ഓർക്കാനുള്ളതാണ്, മുന്നിലുള്ള ഒരു നെഗറ്റീവായ സാഹചര്യത്തെ സംയമനത്തോടും സമാധാനത്തോടും കൂടി നോക്കിക്കണ്ടാൽ തീർച്ചയായും ആ ഒരു മനോഭാവം, ആ നെഗറ്റീവ് സാഹചര്യം മറികടന്നു പോകാനുള്ള പോംവഴികൾ തീർച്ചയായും നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും എന്നുള്ളതാണ്.